നമസ്കാരം. രസകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിലെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പീഡന പരാതി ഉന്നയിച്ച ഒരു നടിയും മാധ്യമപ്രവർത്തകയും ഉണ്ടായിരുന്നു, റിനി ആൻ ജോർജ്. ആ റിനി ആൻ ജോർജ് കഴിഞ്ഞ ദിവസം CPM-ന്റെ പ്രതിഷേധ വേദിയിൽ പ്രധാന സാന്നിധ്യമായിരുന്നു. അത് മാത്രവുമല്ല, റിനി ആൻ ജോർജിനെ CPM-ന്റെ നേതാവ് ഷൈൻ ടീച്ചർ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. താൻ ഈ പ്രത്യയശാസ്ത്രത്തോടൊപ്പം മുന്നോട്ട് പോകുമെന്ന് റിനി ആൻ ജോർജ് പറയുകയും ചെയ്തു. ഈ വേദിയിലെ മറ്റൊരു സാന്നിധ്യമായിരുന്നു KK ശൈലജ ടീച്ചർ. തനിക്കെതിരെ വടകരയിൽ ഉണ്ടായ തെറ്റായ പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങളുടെ പിന്നിലും ഇതേ ആളുകൾ, ഇതേ മനോഭാവമുള്ള, സ്ത്രീ വിരുദ്ധമായ മനോഭാവമുള്ള ആളുകളാണെന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞു വെക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗോഡ് ഫാദർ ഷാഫി പറമ്പലിനെയാണ് KK ശൈലജ ടീച്ചർ ഉന്നം വെച്ചത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും പുതിയ ഒരു വനിതാ പോർമുഖം തുറക്കുകയാണ് CPM. ഇതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആരാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. തന്റെ മകളെ പോലെയെന്ന് VD സതീശൻ പറഞ്ഞ റിനി ആൻ ജോർജ്, തന്റെ പിതാവിനെ പോലെയാണ് VD സതീശൻ എന്ന് പറഞ്ഞ റിനി ആൻ ജോർജ്. അങ്ങനെ അപ്പനും മകളും എന്നുള്ള ബന്ധമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ഊഷ്മളമായ ബന്ധമുള്ള റിനി ആൻ ജോർജിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ VD സതീശൻ പടവാളെടുത്തത്. ആ റിനി ആൻ ജോർജ് ഇപ്പോൾ CPM വേദിയിലായിരിക്കുന്നു. ചുരുക്കത്തിൽ റിനി ആൻ ജോർജ് CPM-ന്റെ ടൂൾ ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. റിനി ആൻ ജോർജിനെ ഒരു ആയുധമാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു CPM-ന്റെ സൈബർ പട. ഇത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് VD സതീശനും സതീശനൊപ്പവുമുള്ള വിഭാഗത്തിന് പറ്റിയ ഏറ്റവും വലിയ അമളി. അതിലൂടെ നഷ്ടപ്പെട്ടതോ പാർട്ടി അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുകയായിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം നിലനിൽക്കുമ്പോഴാണ് പാർട്ടിയിൽ പീഡന ആരോപണത്തിന്റെ പേരിൽ വലിയ വെട്ടിനിരത്തലിന് VD സതീശൻ തയ്യാറായത്. VD സതീശന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ് റിനി ആൻ ജോർജിന്റേത്. എന്നാൽ കോൺഗ്രസിലോ കോൺഗ്രസിന്റെ പോഷക സംഘടനകളിലോ ഏതെങ്കിലും പദവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്വമോ റിനി ആൻ ജോർജിനില്ല. റിനി ആൻ ജോർജിന്റെ പിതാവ് ഒരു കടുത്ത CPM സഹയാത്രികനാണെന്ന് കൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ റിനി ആൻ ജോർജ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ, ആ പരാതിക്ക് പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും VD സതീശന് വേണമായിരുന്നില്ലേ? കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ചോദിക്കുന്നതാണ്, ഒരു ഇരുത്തി ചിന്തയില്ലാതെ, ഒരു രണ്ടാമതൊരു ആലോചനയില്ലാതെ എന്തിനാണ് കേട്ട ഉടൻ തന്നെ വാളുമായി പടപ്പുറപ്പാട് VD സതീശൻ നടത്തിയത് എന്ന് കോൺഗ്രസിലെ നേതൃത്വം ചോദിക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ കലങ്ങിമറിയലുകൾ, ഇപ്പോഴത്തെ പുതിയ സംഭവവികാസങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ CPM രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടാനായി ഇറക്കിയ ഒരായുധമായിരുന്നു ഈ റിനി ആൻ ജോർജ് എന്നുള്ളത് വ്യക്തമാണ്. റിനി ആൻ ജോർജിന് പിന്നാലെ KK ഷൈൻ ടീച്ചറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പോലും CPM കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കി മാറ്റി. പിന്നാലെ ഷൈൻ ടീച്ചറിനെ പിന്തുണച്ചുകൊണ്ട്, ഷൈൻ ടീച്ചറിനെയും ആരോപണ വിധേയനായ MLA-യും പിന്തുണച്ചുകൊണ്ട് അവർ പരസ്യമായ പൊതു യോഗങ്ങൾ വരെ നടത്തി. കഴിഞ്ഞ ദിവസം സൗഹൃദ സദസ്സ് നടത്തി. രാഷ്ട്രീയ പിന്തുണ KK ഷൈൻ ടീച്ചറിന് ലഭിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ വെല്ലുവിളി നടത്തി. അപ്പോൾ എങ്ങനെയാണ് ആരോപണ വിധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പിന്തുണയ്ക്കേണ്ടത്, എങ്ങനെയാണ് ആരോപണ വിധേയനായിട്ടുള്ള ഒരു CPM നേതാവിനെ പിന്തുണയ്ക്കേണ്ടത് എന്നുള്ളത് CPM കാണിച്ചു കൊടുക്കുന്നുണ്ട് കോൺഗ്രസിന്. പക്ഷെ കോൺഗ്രസിന് പറ്റിയതോ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും പരസ്പരമുള്ള വൈരാഗ്യ വിദ്വേഷങ്ങളും മൂലം ഒരു കിട്ടാനിരുന്ന ഒരു ഭരണത്തെ തന്നെ CPM-ന്റെ കയ്യിലേക്ക് തിരികെ ഏൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കി. ഇവിടെ ഏറ്റവും വലിയ വിമർശനം നേരിടുന്നത് VD സതീശന് തന്നെയായിരിക്കും. കാരണം പിതാവിനെ പോലെ കരുതിയ റിനി ആൻ ജോർജ് ഇപ്പോൾ ഒന്നുകിൽ VD സതീശന്റെ രാഷ്ട്രീയ എതിരാളിയാകും, അല്ലെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെയുള്ള CPM സ്ഥാനാർത്ഥിയാകും. അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ കളിക്കാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്രീയ കളി, രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ് പറവൂരിലെ VD സതീശന് പറ്റിയ ഏറ്റവും വലിയ അമളി.